എല്ലാവരെയും മനുഷ്യരായി കണക്കാക്കുക എന്നുള്ളത് ലോകത്ത് ഘട്ടം ഘട്ടമായി വളർന്നു വന്ന പ്രവർത്തനങ്ങളാണ്. ബീഹാറിൽ വിവാദമായി കൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്ത് ആദ്യമായി ഇലക്ഷൻ നടന്ന അമേരിക്കയെ പറ്റി നമുക്കൊന്ന് നോക്കാം. 1788 അമേരിക്കയിൽ ഇലക്ഷൻ നടക്കുന്നത്. പക്ഷേ അതിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട വലിയൊരു ജനവിഭാഗം ഉണ്ടായിരുന്നു. 1788 ഇലക്ഷൻ നടന്നെങ്കിലും സ്ത്രീകൾക്ക് കൂടി വോട്ടവകാശം ലഭിക്കുവാൻ 1920 വരെ കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ അതിനുശേഷം കറുത്ത വംശജരായ പല അമേരിക്കൻ പൗരന്മാർക്കും വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന പ്രക്രിയയിലേക്ക് പോലും അത് കടന്നുപോയി. പിന്നീട് അത്തരം പ്രവർത്തനങ്ങളെല്ലാം തിരുത്തപ്പെടുകയും എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം ലഭ്യമാക്കുകയും ചെയ്തു. പിന്നീട് 1791 ഫ്രാൻസിലാണ് രണ്ടാമതായി വ്യവസ്ഥാപിതമായിട്ടുള്ള ഇലക്ഷൻ നടക്കുന്നത്. പക്ഷേ 1791 ഇലക്ഷൻ നടന്നാലും 1944 മാത്രമാണ് സ്ത്രീകളുടെ വോട്ടവകാശം ഫ്രാൻസിൽ സ്ഥാപിക്കപ്പെടുന്നത്. ഇതെല്ലാം പറയുന്നത് ആധുനിക ഇലക്ഷൻ രീതികളെക്കുറിച്ചാണ്. അതിനു മുമ്പ് BC 500 ഡേയ്സിലാണ് ഇലക്ഷൻ എന്നുള്ള ആശയം പോലും ഉടലെടുക്കുന്നത്. എന്നാൽ ലോകത്താദ്യമായി സ്ത്രീകൾക്ക് ആധുനിക ഇലക്ഷൻ പ്രക്രിയയിൽ സ്ഥാനം ലഭിക്കുന്നത് ന്യൂസിലാൻഡിലൂടെയാണ്. ന്യൂസിലാൻഡ് 1893 സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വോട്ടവകാശം സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് ഓസ്ട്രേലിയ 1902 ഫിൻലാൻഡ്, നോർവേ, ഡെൻമാർക്ക് എന്നിവ അതിന് പിറകെയും വന്നു. 1930 തുർക്കിയിൽ സ്ത്രീകൾക്കുള്ള വോട്ടവകാശം സ്ഥാപിക്കപ്പെട്ടതിനു ശേഷമാണ് 1944 ഫ്രാൻസിലും 1945 ഇറ്റലിയിലും സ്ത്രീകളുടെ വോട്ടവകാശം സ്ഥാപിക്കപ്പെട്ടത്. എന്നാൽ ഗ്രീസിൽ ഇത് സ്ഥാപിക്കപ്പെട്ടത് 1952 മാത്രമാണ്. യൂറോപ്പിൽ അവസാനമായ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ രാജ്യം സ്വിറ്റ്സർലാൻഡ് ആണ് എന്നുള്ളത് ഒരു വിരോധാഭാസമായി തോന്നാം. 1971 സംഭവിക്കുന്നത്. ഏഷ്യയിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ശ്രീലങ്കയിലാണ് 1931. സ്വതന്ത്ര രാഷ്ട്രമെന്നുള്ള നിലക്ക് 1952 ഏഷ്യയിലെ ആദ്യ സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുത്ത രാജ്യം ലബനാനായിരുന്നു. എന്നാൽ അവസാനത്തേത് 2015 സൗദി അറേബ്യയും. ആഫ്രിക്കയിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുത്തത് ഈജിപ്തായിരുന്നു. എന്നാൽ ആഫ്രിക്കയിൽ അവസാനമായി സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുത്തത് 12 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഇസ്വാത്തിനിയാണ്. എന്നാൽ ആദ്യമായിട്ട് ആധുനിക ഇലക്ഷൻ നടത്തപ്പെട്ട അമേരിക്ക തന്നെയാണ് ഗൂഢാലോചനയിലൂടെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടത്. അത് കറുത്ത വർഗ്ഗക്കാർക്കെതിരെയായിരുന്നു. പോൾ ടാക്സ്, സാക്ഷരതാ പരീക്ഷകൾ എന്നിവയായിരുന്നു അതിനുള്ള മാനദണ്ഡം. ഇന്നത്തെ ഇന്ത്യയുടെ വഴി അതാവാതിരിക്കട്ടെ.